നമസ്കാരം, ഞാൻ ബാലചന്ദ്രൻ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ സ്ഥാപനത്തെയും പ്രതിഷ്ഠയും സംബന്ധിച്ച് കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രം ഉണ്ടായത് ഏതാണ്ട് 450-500 വർഷങ്ങൾക്ക് മുമ്പ് വില്ലുമംഗലത്ത് സ്വാമിയാർ പുരാടം തിരുനാൾ മഹാരാജാവുമായി വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഓടക്കുഴലിൻ്റെ നാദം, ആലിൻ്റെ മുകളിൽ നിന്ന് ഭഗവാന്റെ ഓടക്കുഴൽ നാദം കേൾക്കുകയും ആ ഓടക്കുഴൽ നാദം ഇരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയണം എന്ന് രാജാവിനെ വില്ലുമംഗലം സ്വാമിയാരിൻ്റെ ആ നിർദ്ദേശപ്രകാരമാണ് അമ്പലപ്പുഴ ക്ഷേത്രം പണിത്. അപ്പോൾ ഇവിടെ വിഗ്രഹപ്രതിഷ്ഠയ്ക്കായി വിഗ്രഹങ്ങൾ അന്വേഷിച്ച സമയത്ത് കൊണ്ടുവന്ന വിഗ്രഹം അശുദ്ധമാണെന്ന് കാണുകയും പുതുവന തിരുമേനി അത് പ്രതിഷ്ഠായോഗ്യമല്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ അതിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൃത്യമായ ഒരു വിഗ്രഹം കണ്ടെത്താനുള്ള ശ്രമം 3-4 ദിവസത്തിനുള്ളിൽ പാറയിൽ മേനോന്റെ നേതൃത്വത്തിൽ നടക്കുകയും ഇവിടെ ഇന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം കുറിച്ചി കരിങ്കുളം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണ്. കരിങ്കുളം ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന പ്രതിഷ്ഠ പുറക്കാട് വാസുദേവപുരം എന്ന അമ്പലപ്പുഴയുടെ യഥാർത്ഥ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠ കാലക്രമത്തിൽ ആ ക്ഷേത്രം കടലാക്രമണത്തിൽ നശിക്കുകയും ആ പ്രതിഷ്ഠ ഒരു പരിചംക്രമണത്തിലൂടെ ഇത് എരുമേലിക്കടുത്ത് മുക്കൂട്ടുതറ എന്ന ക്ഷേത്രത്തിൽ പോവുകയും മുക്കൂട്ടുതറയിൽ നിന്ന് തെക്കുംകൂർ രാജാവിൻ്റെ അധീനത്തിലുണ്ടായിരുന്ന കുറിച്ചിയിലേക്ക് പിന്നീട് ഈ വിഗ്രഹം കൊണ്ടുവരികയും, അപ്പോൾ ഒരു പരിചംക്രമണം പൂർത്തിയാക്കിയാണ് ഈ വിഗ്രഹം അമ്പലപ്പുഴയിൽ വാസുദേവപുരത്ത് ഉണ്ടായിരുന്ന ആ വിഗ്രഹം അങ്ങനെ മുക്കൂട്ടുതറയിൽ പാലക്കടുത്ത് മുക്കൂട്ടുതറയിൽ പോയി അവിടുന്ന് കരിങ്കുളത്തെത്തി കരിങ്കുളത്ത് നിന്ന് നമ്മൾ അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ വിഗ്രഹം കൊണ്ടുവന്ന ആഘോഷമാണ് ശരിക്കും അതിൻ്റെ ഒരു സ്മാരകമായിട്ടാണ് നമ്മളിന്ന് ഈ ചമ്പക്കുളം വള്ളംകളി തന്നെ നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നമ്മളിന്ന് ആരാധിക്കുന്ന കണ്ണൻ്റെ വിഗ്രഹം കരിങ്കുളത്ത് നിന്ന് കുറിച്ചി കരിങ്കുളത്തെ അമ്പലത്തിൽ നിന്ന് ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഈ ചരിത്രം ആണ് കൃത്യമായ ഒരു വിഗ്രഹത്തിൻ്റെ നാൾ വഴികളെ പറ്റി സൂചിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം, നന്ദി.